ഓം ശ്രീ ഗുരുഭ്യോ നമ. സരളം സംസ്കൃതം പാഠശാലയിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം. നമസ്തേ. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡം ഭാഗം 8 ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടോ പറഞ്ഞിടുവാൻ നടകണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ, ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരമവളോ മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാലസത്തൻ. സ്ത്രീജിതൻ അതിഷഠനെന്തറിഞ്ഞിരിക്കുന്നു, രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ഒന്നാളതു കേട്ടു രാവണനോടു, യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടംപുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ അവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗ മാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചീടും അവളെ വഴി പോലെ. കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. ഇതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽക്കുച നാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥൻ നക്തഞ്ചരാ അനീകിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും.
ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നോ ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവളും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ പോരുകയുള്ളൂ. സോദരീ വചനങ്ങളിങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങകമ്പുക്കാൻ വന്നതില്ലേതും നിദ്രാ ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രം ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ 3.25 നാഴിക നേരം കൊണ്ടു ശക്തനാൻ നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും. പത്തികൾ 14,000 മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ. ദാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൽ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളു, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണമാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവോ മുദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരമാം തീരം തത്ര. മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. മൗനം പൂണ്ടു ജഡാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ. രാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടുമരുവീടിന മാരീചനും. ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും. പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ. ചോദിച്ചു മാരീചനും എന്തൊരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമളഗാത്രിയായോരങ്കനാരത്നത്തോടും
ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗിനി തൻ നാസികാകുചങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവേനതിന്നു നീ. ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ കയറ്റി ദൂരത്താക്കു വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും ഇല്ല സംശയമേതും. പങ്ക്തിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം മുര ചെയ്താൻ. ആരുപദേശിച്ചിതോ മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിലറിയുക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതോ ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ. പോയാലും പുരം പൊക്കു സുഖിച്ചു വസിക്ക നീയാമായ മാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണ്യകൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചിതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരിടോ. നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാനടങ്ങിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടു പോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗേ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിലെന്നുടെ വാൾ കോണാക്കിയിടുന്നതിതും എന്നുടെ വാൾ കോണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ.
രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചുകൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറു കരേറിനാൻ, ചെന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ഥനായി ചമഞ്ഞിതോ. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി, ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ ചാരുപുള്ളികൾ വെള്ളികൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിലുൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും മുനിശ്രേഷ്ഠൻ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്ഥിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരമ്പുക്കു സുഖിച്ചു വാസിക്കാവൂ നീ, മായാ മാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണ്യകൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചിതോ സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരെടോ. നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം, മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കോണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറു കരേറിനാൻ, ചെന്താർബാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ഥനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി, ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിലുൾപ്പൂക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ
രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ. കാന്തേ കേൾനീ, രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ, രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നിടേണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടോ ജാനകീദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലൊക്കെ വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയോമെന്നു തോന്നും. കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിന്നു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമിപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോടു ദൂരെ കിതച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. നാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായി ഗാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനുമിതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തിഗന്ധരൻ തനിക്കതിനുള്ളുപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം.
ആർത്തനാദവും അറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായയിതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില്ല. രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം സംഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടോ കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭർത്തൃനാശനത്തിനത്ര കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനോ നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും. എന്നുമൽ പ്രാണത്യാഗം ചെയ്വേൻ ഞാനറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാ ധരിച്ചില്ല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടോ സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതോ പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ദിക് അത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ. മനുവംശാധീശ്വരർ പത്നിയെ വഴി പോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചോ മന്ദം. പൂർവജൻ തന്നെ കാൺമാൻ നടന്നോ സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്ധനായി അവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചോ സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതോ ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ. ഭർത്താവു വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാംഗി സസ്മിതം ചോദ്യം കമനീയാംഗി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരാജാതികളാം രാക്ഷസാരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തൊരായുധപാണികളും ഇല്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടോ താനും. മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനി വരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനത്ഭുത വീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനോ
അനുജനു ലക്ഷ്മണനെന്നും നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു. ദണ്ഡകാവനം തന്നിൽ 14 കഴിവോളവും വേണം താനും അതിനു പർത്തിയിടുന്നു. സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പത്മബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോകത്തിങ്കലെന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമാപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളെ വന്നി ചൊല്ലുന്നതാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതോ നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരിസന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയെയും തേരതിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാ ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ഹാ ഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠ തിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടവിടേക്കു പോകുന്നു ദുഷ്ടാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനില ക്ഷുബ്ധമായി ചമയുന്നേ ദദ്രികളിളകുന്നു വിദ്രുതമതുനേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനവളെ. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു
രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടക്കി മൽകീർത്തിയോ ഒടുങ്ങിയെന്നർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി. മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലൊറ്റവരായിട്ടെന്നോ തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി. പൃഥ്വിമണ്ഡലമകന്നാശുമേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥേ. രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതുകാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ. സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ, സത്വചേതസാ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തോമെന്നു എന്ന ശങ്കയാനക്കഞ്ചരൻ ചിത്തവേഗേന നടന്നീടിനാനരു അതുനേരം. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശം ആശ നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു. തന്നുത്തരീ അർദ്ധഖണ്ഡം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനും കൺമാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചിതോ സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ അബ്ധിയോ മുത്തീര്യ തൻ പത്തനാം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ അശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപോമുത്തരുമൂലേ. അബ്ധിയോ മുത്തീര്യ തൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശുപാതരുമൂലേ. ഹൃദ്യമാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുന്നുറപ്പിച്ചു. തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമനായ ജാനകി ദേവി പാതിവൃത്യമാശിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമ രാമേതി ജപധ്യാന നിഷ്ഠയാ ബഹു യാമിനീ ചരകുല നാരികളുടെ മധ്യേ നീഹാരശീതാതപ വാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം
ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മയാ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ല ആർക്കില്ലാത്തോ. സീതാന്വേഷണം. രാമനും മായാ മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമാക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷദ്ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥമിക്കാലം അവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതോ മായാ സീതാലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളോ ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കാണാൻ. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും അപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നഗതാരിൽ നിർണയിച്ച് അവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ ആരൊരു തുണയുള്ളോ. എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ. എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടക ജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ ഉടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുൾ ഉര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി. ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ ഹാ രാക്ഷസനെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭർത്താവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഒരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിൻ തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതോ പോന്നതു സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയോമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസാം പരീക്ഷകൾ കൊണ്ട് പൊയ്ക്കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ. നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ. ഹാ ഹാ മൈഥിലീനാഥേ. ഹാ ഹാ ജാനകീ ദേവി. ഹാ ഹാ മൽപ്രാണേശ്വരി.
എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ? ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജാനകി പുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണാനേകനജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനഖണ്ഡൻ ആനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായ്കയാൽ. ജടായുഗതി. ശ്രീരാമനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോട് കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാൺകെടോ കുമാര നീ. തന്നൊങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടോടുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവൻ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനനി കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ? കൊല്ലുവേനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടഞ്ഞവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായികൻ ഇന്ദിരാദേവിയോടു വരവും. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായികൻ ഇന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണമെന്നെ കൃപാനിധേ. തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ. തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാനവനുടൻ ഉടൽ. ദുഃഖാശ്രു പ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലുചല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി. മരണപീഡയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവൽ കൃപാ പാത്രമാകയാലഹം പുരുഷോത്തമാദയാനിധേ. നിന്തിരുവടി സാക്ഷാ ശ്രീ മഹാവിഷ്ണു വരാനന്ദാത്മാ പരമാത്മാമായ മനുഷ്യരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം
അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റും മുക്തനായേൻ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക കുസുമ തൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യപരവശാലർണോജനേത്രൻ മിത്രമാം പക്ഷീന്ദ്രനെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസിംനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ഠങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമന്നി സംസ്കാരത്തിന് വൈകിടാതെ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചു ഉദകക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതു കൊണ്ടോ തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരിഗദാ പത്മകുടപീതാംബരാദ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും ഉയരെ കൂപ്പി തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ.